യെസ്, എൻ്റെ ആദ്യ കോളർ ആലത്തൂരിൽ നിന്ന് ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, ഈ കുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്നത് വിലക്കേണ്ടതാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ പറയുമ്പോ ഒരു അനുഭവ കഥ കൂടി ഇവിടെ പറയാനുണ്ട്. അതും ഞാൻ പറയാം. അതിന്റെ ഒരു അനുഭവം അത് ഞാൻ പറയാം. അപ്പൊ ഒരു സെക്കൻഡ് എനിക്ക് തരണം. അപ്പോ ഈ സാധനം കെമിക്കൽസ് ആണ് തീർച്ചയായിട്ടും. ഈ ചുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് ആയ ഒരു ഭാഗമാണ്. ആ ഭാഗമൊക്കെ ഈ തട്ടിക്കഴിഞ്ഞാൽ ഏത് അതിൽ കെമിക്കൽസിന്റെ സൈഡ് എഫക്റ്റുകൾ വായിലും പിന്നെ അതിന്റെ നമ്മള് എന്താ പറയാ ഈ നാവിനും ഇതിനും എല്ലാ ഭാഗത്തേക്കും ബാധിക്കുക ഉറപ്പാണത്. കാരണം അങ്ങനെയാണ് ഈ സാധനം. അങ്ങനെയാണെങ്കിൽ സ്കൂളിലെ കുട്ടികളിൽ മാത്രമാണോ നിരോധിക്കേണ്ടത്, അതോ മൊത്തത്തിൽ വിപണിയിൽ നിന്ന് നിരോധിക്കേണ്ടതാണോ? മൊത്തത്തിൽ വേണം, മൊത്തത്തിൽ. അതാ ഞാൻ പറഞ്ഞപ്പോ ഈ ക്യാപ്ഷൻ പറഞ്ഞിങ്ങനെ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ എല്ലാവരും നിരോധിക്കേണ്ടതാണ്. അപ്പൊ എല്ലാ ഈ സാധനം ഇത് മാത്രമല്ല, ഈ ആർട്ടിഫിഷ്യൽ കോസ്മെറ്റിക്സ് മുഴുവൻ അങ്ങനെ തന്നെയാണ്. മുഖത്ത് കഴിക്കുന്ന സാധനം മുഴുവൻ ഈ യഥാർത്ഥ സൗന്ദര്യത്തിനെ ഇല്ലാതാക്കും ക്രമേണ. വസ്തുനിഷ്ഠമായ സൗന്ദര്യ മാനദണ്ഡങ്ങൾ വിപണി സൃഷ്ടിക്കുന്നതാണോ? ആണോ? ഇപ്പൊ കാണുന്നത് മുഴുവൻ യഥാർത്ഥ സൗന്ദര്യങ്ങളല്ല, ഒക്കെ പൊയ്മുഖങ്ങൾ എന്ന് പറയും പോലെയാണ്. പൊയ്മുഖങ്ങളാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ ഞാൻ പറയാം, എന്റെ അനുഭവത പറയാം. എന്റെ മകന്റെ കല്യാണത്തിന് ഫിക്സേഷൻ പോയപ്പോ 2008 പോയ സമയത്ത് കുറച്ച് 17 കൊല്ലമായി. പേരക്കുട്ടിക്ക് തന്നെ 17 വയസ്സായി. 16 വയസ്സായി. അപ്പൊ പോയപ്പോ ഈ പെൺകുട്ടി ഞങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോ അങ്ങനെയൊന്നുമില്ല, സാധാരണ ഇത് ഇട്ടിട്ടാണ് നിന്നുണ്ടായിരുന്നത്. കുട്ടി ചുണ്ട് ചോപ്പിച്ച് അയ്യോ മനുഷ്യൻ കാണില്ല, അത്ര വൾഗറായിട്ടാ കണ്ടത്. എന്റെ ഭാര്യന്റെ ഇത് നോണ്ടിങ്ങനെ. മോഹൻദാസിന് വയസ്സായതുകൊണ്ട് തോന്നുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഒരു പുതിയ മാറുന്ന സൗന്ദര്യ സങ്കല്പമാണ്. നമുക്കിപ്പോൾ പൗഡർ ഇട്ടാൽ മേക്കപ്പ് ചെയ്ത് ഒരാളെ കാണുമ്പോൾ അതിപ്പോൾ സൗന്ദര്യ സങ്കല്പം മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? എന്നിട്ടല്ല ഇതിന്റെ കഥ ഞാൻ പറയാം, അനുബന്ധം കൂടി പറയട്ടെ. അപ്പൊ ആൾക്കാർ കേൾക്കാൻ വേണ്ടി പറയാ. അപ്പൊ ഞാൻ ആ സമയത്ത് പറയാൻ പാടില്ലല്ലോ, മോശമല്ലേ, നിറയെ ബന്ധുക്കളും അതിന്റെ വിസിറ്റേഴ്സ് ഒക്കെ ഉള്ളപ്പോ ഞാൻ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഈ സാധനം കല്യാണത്തിന് വരുമ്പോൾ ഇടരുതെന്ന് പറഞ്ഞു. കേട്ടു, തീർച്ചയായിട്ടും കേട്ടു, അനുസരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, അത് വേറൊരു കാര്യം. അവരിത് കേൾക്കുന്നുണ്ടോ? ഈ പരിപാടി അവർ കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോ കാണാൻ സാധ്യത ഉണ്ടാവും. ഇല്ല, ധൈര്യമായിട്ടിരിക്കും. കാരണം അവര് ജോലി ഇന്നിപ്പോ ഒഴിവായിരിക്കും. അവർ കോയമ്പത്തൂരാണ്, ഇവിടെ അല്ല, എന്റെ കൂടെ അല്ല. അപ്പൊ അവിടെ വന്ന സമയത്ത് ആ കുട്ടി അതൊന്നും ഇട്ടില്ല കേട്ടോ. വളരെ സാധാരണ നന്നായി. അത് കാരണം പറയാൻ കാര്യം ഇപ്പോഴും ആ വീഡിയോസ് എന്റെ കയ്യിലുണ്ട്, 2 വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. അത് നോക്കുമ്പോ അറിയുന്നതിന്റെ വ്യത്യാസം. അപ്പൊ ഇതാണ് അതിന്റെ കഥകളൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഒരു നാടുവാഴി തന്റെ കൂടെ ഒരു വൃത്തനെയും കൂടി പോകുന്ന സമയത്ത് 2 സ്ത്രീകൾ വരുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഇവന്റെ തറവാട്ടിലെ ഒരു സ്ത്രീയാണ്, അത് മറ്റേ വൃത്തിയാണ്. അപ്പോ ഇയാള് പറഞ്ഞ അന്ന് കവിതകളിലാണ് സംസാരിക്കുക. അപ്പൊ ചോദിച്ചു, കാതിലോല എന്ന് ചോദിച്ചു. അപ്പൊ വൃത്യൻ മറുപടി പറഞ്ഞു, നല്ലതാളി എന്ന് മറുപടി പറഞ്ഞു. മനസ്സിലായി എന്റെ അർത്ഥം? ഇല്ല. കാതിലോല വെച്ചാൽ അതിലോല, അതിൽ ഏറ്റവും സുന്ദരി ആര്? അപ്പൊ വൃത്യൻ പറഞ്ഞത് നല്ലതാളി, നല്ലത് ആളി എന്ന് പറഞ്ഞ തോഴി. അപ്പോ മറ്റേ സ്ത്രീ, തറവാട്ടിലുള്ള സ്ത്രീ സർവാലങ്കാര ഭൂഷിയായിട്ട് വന്നു, മറ്റൊരു സാധാരണ നാച്ചുറൽ ആയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ചൊല്ലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ മുമ്പ് പഠിച്ചിട്ടില്ല. താങ്ക് യു. ഏതായാലും ശ്രീ മോഹൻദാസ് അങ്ങനെ ഈ സൗന്ദര്യ അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ ലിപ്സ്റ്റിക്കും അധിക മേക്കപ്പുകളൊന്നുമില്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഏതായാലും പീതാംബരൻ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരി